ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ഭക്ഷണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അടുത്ത കാലം വരെ കാരണം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന പല രോഗങ്ങൾക്കും കാരണം ഇമ്മ്യൂണിറ്റിയിലെ അപാകതകൾ മൂലമുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ പ്രവർത്തനങ്ങളാണ് എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. ആമവാദം, രക്തവാദം, SLE തുടങ്ങിയ വാതരോഗങ്ങൾ, തൈറോയിഡൈറ്റിസ്, സോറിയാസിസ്, എക്സിമ, ഓട്ടോഇമ്മ്യൂൺ ന്യൂറോപ്പതി, വാസ്കുലോപ്പതി, നെഫ്രോപ്പതി, ഹെപ്പറ്റൈറ്റിസ്, ഇൻറ്റസ്റ്റിഷ്യൽ ലങ് ഡിസീസ്, കാർഡിയോമയോപ്പതി തുടങ്ങിയൊക്കെ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അപാകതകൾ മൂലം സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ശാരീരിക കോശങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണിത്. ഇത്തരം രോഗങ്ങളും ഭക്ഷണവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാൽ മാത്രമേ രോഗമുക്തി സാധ്യമാകൂ. ഇത്തരം രോഗമുള്ളവർ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, ഭക്ഷണത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം അറിയുന്നത് എന്താണ് ഈ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ എന്നുള്ളതാണ്. ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം. അതായത് പുറത്തുനിന്ന് എന്തെങ്കിലും ഇൻവേഡേഴ്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആരൊക്കെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മെയിനായിട്ടുള്ള സെൽസ് എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മജ്ജയ്ക്കുള്ളിലാണ്, ബോൺമാരയ്ക്കുള്ളിൽ. അവിടെ നിന്ന് അത് പുറത്തു വന്നിട്ട് പിന്നെ ആക്സസറി ലിംഫോ ടിഷ്യൂസ് എന്ന് പറയുന്നതാണ് ലിംഫ് നോഡ്സ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ക്യാൻസറിനൊക്കെ ആണെങ്കിലും ലിംഫ് നോഡ്സ് പോസിറ്റീവ് ആണോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നെ ടോൺസിൽ, നമുക്ക് വായ്ക്കകത്ത് വായിൽ രണ്ട് സൈഡിലുമായിട്ട് ടോൺസിൽസ് ഉണ്ട്. പിന്നെ അഡനോയിഡ്സ് ഉണ്ട് ബാക്കിൽ. കാരണം ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരുന്നത് ഒന്നെങ്കിൽ വായിക്കൂടെ അല്ലെങ്കിൽ മൂക്കിക്കൂടെ. എയർ അല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസാണ്, ഫുഡ് ബോൺ ഡിസീസാണല്ലോ നമുക്ക് കൂടുതൽ. അപ്പം അവിടെ വെച്ച് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. പിന്നെ വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഉണ്ട് പേസ് പാച്ചസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് നോഡ് ടിഷ്യൂസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ സ്കിന്നിലൊരു മുറിവുണ്ടായാൽ അത് നേരെ പോകുന്നത് അതിനൊരു ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉണ്ടാകും, അത് നമുക്കറിയാം. അല്ലെ കാലിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ലിംഫ് നോഡ്സ് അതുമായിട്ട് അത് ഡ്രെയിൻ ചെയ്യുന്ന ലിംഫ് നോഡ്സും നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഹോൾ ബോഡിയിൽ അത് വ്യാപിച്ച് കിടക്കുകയാണ്. ഈവൻ നമ്മുടെ ബ്രെയിനകത്ത് ലിംഫ് നോഡ്സ് ഇല്ലെങ്കിലും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് ഗ്ലയൽ സെൽസ് എന്നൊക്കെ പറയും. അവരാണ്, ഈ ഗ്ലയൽ സെൽസാണ് അവിടുത്തെ ലിംഫാറ്റിക് ഈ പ്രതിരോധ സംവിധാനമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമുള്ള വേറൊരു ലിംഫോയിഡ് ടിഷ്യൂ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് തൈമസ് ആണ്. തൈമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ മുമ്പിലായിട്ട് ഇവിടെ നെഞ്ചിൻ്റെ ഒരു ബോൺ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിലായിട്ടിരിക്കുന്നതാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫും നോൺ സെൽഫും, അതായത് നമ്മളുടേതാണോ മറ്റുള്ളവരുടെ പുറത്തുനിന്നുള്ള ഇൻവേർട്ടർ ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സെൽസിനെ പഠിപ്പിക്കുന്ന ശരിക്കും പറഞ്ഞാൽ സ്കൂളാണെന്ന് പറയാം. തൈമസ് നമ്മൾ സ്കൂൾ എന്നാണ് പറയുന്നത്. അവിടെ പഠിച്ചിറങ്ങിയ സെല്ലുകളെയാണ് നമ്മൾ T ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. T എന്ന് പറഞ്ഞാൽ തൈമസ് ലിംഫോസൈറ്റ്സ് എന്നാണ്. അപ്പോൾ അവരാണ് ഒരു ഇമ്മ്യൂണിറ്റിയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വരുന്നത് T ലിംഫോസൈറ്റ്സ് ആണ്. നമുക്ക് കേട്ടിട്ടുണ്ടാകും HIV ഈ ഹ്യൂമൻ എയ്ഡ്സ് വന്ന പേഷ്യൻസിനൊക്കെ ഈ T ലിംഫോസൈറ്റ്സ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ശരിക്കും എയ്ഡ്സ് വൈറസ് ആക്രമിച്ച് അത് സ്പ്രെഡ് ചെയ്യുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു മെക്കാനിസമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ സെൽഫും നോൺ സെൽഫും തിരിച്ചറിയാൻ പറ്റാതെ പോവുകയാണ് നമ്മളുടെ ഓട്ടോഇമ്യൂൺ ഡിസീസിനകത്ത് സംഭവിക്കുന്നത്. അപ്പം നമ്മളുടെ കോശങ്ങളാണ് അത് എൻ്റെ ഹാർട്ടിൻ്റെ പാർട്ടാണ് അല്ലെ എൻ്റെ തൈറോയിഡിൻ്റെ പാർട്ടാണെന്ന് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസിനും അല്ലെങ്കിൽ T ലിംഫോസൈറ്റ്സിനും ഒക്കെ അറിയാൻ പറ്റാതെ അവരതിനെ പോയി അറ്റാക്ക് ചെയ്യുകയാണ്. അവർക്ക് ഒരു തോന്നൽ വരികയാണ്, ഇതില്ല ഇതൊക്കെ എന്തോ ഫോറിൻ ബോഡിയാണ്, പുറത്തുനിന്നുള്ള ആരോ ആണ് എന്നുള്ള ഒരു തോന്നൽ വന്ന് അവരെ പോയി അറ്റാക്ക് ചെയ്യാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മളെ ഒരു ആഭ്യന്തര യുദ്ധമെന്നോ അല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിപ്പോൾ രാജ്യത്തിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരുമ്പം ആഭ്യന്തര യുദ്ധം എന്നല്ലേ പറയുന്നത്.
എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ സെല്ലുകളെ, ഇപ്പം നമ്മളുടെ തൈറോയിഡിൻ്റെ സെല്ലിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്രമിച്ചാൽ അത് തൈറോയിഡൈറ്റിസ് ആയി. അത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, ഇമ്മ്യൂൺ സിസ്റ്റം തൈറോയ്ഡ് കുറഞ്ഞു പോകാം. ഗ്രേവ്സ് ഡിസീസ് പറഞ്ഞാൽ ഹൈപ്പർ ആകാം. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസ് കൂടുതലുണ്ടാക്കാം, കുറവുണ്ടാക്കാം. അപ്പം മസിലിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. അത് മസിൽ വീക്കായി പോകും. പിന്നെ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അത് തന്നെ പലതരത്തിലുള്ള ആർത്രൈറ്റിസുകളുണ്ട്. റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോആർത്രൈറ്റിസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ്. ഇതൊക്കെ അതിന് വീക്കാകുന്നതുകൊണ്ട്, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്ത് വീക്കാകുന്നതുകൊണ്ട് വരുന്നത്. പിന്നെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ഇക്തിയോസിസ് അല്ല, ശരിക്കും എക്സീമ, അതുപോലെ സോറിയാസിസ്, പിന്നെ സ്ക്ലിറോഡെർമ എന്നൊക്കെ പറഞ്ഞ് പല കണ്ടീഷൻ. അപ്പം ചിലതിലൊക്കെ ഈ വാതരോഗങ്ങൾ പോലെയുള്ളതിനകത്ത് ചിലതിൽ ജോയിൻറ്റിനെ മാത്രമായിരുന്നില്ല. ഇപ്പം സോറിയാസിസ് സ്കിന്നിനെ മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ ജോയിൻറ്റിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇപ്പം ചിലർക്കാണെങ്കിൽ ആർത്രൈറ്റിസ് കഴിഞ്ഞാൽ അത് കണ്ണിനെയൊക്കെ എഫക്റ്റ് ചെയ്യാം. സ്ക്ലിറൈറ്റിസ് അല്ലെങ്കിൽ ഐറൈറ്റിസ്, അങ്ങനെ കുറേ മറ്റു ഓർഗനിലേക്കും പോകാം. പിന്നെ ചിലരുണ്ട് ഇപ്പം കണ്ണുനീരില്ല എന്നാകും, അല്ല വായിൽ വെള്ളം പറ്റിപ്പോകും. അതായത് ഉമിനീരുണ്ടാക്കുന്ന ഗ്രന്ഥിയും കണ്ണുനീരുണ്ടാക്കുന്ന ഗ്രന്ഥിയും ഒക്കെ എഫക്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഏത് ഓർഗനെ വേണമെങ്കിലും ശരിക്കും പറഞ്ഞ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഏത് ഓർഗനെ എഫക്റ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ സിംറ്റംസ് വരുന്നത്. ഇപ്പോൾ ചിലർക്ക് ഹെപ്പറ്റൈറ്റിസ് വരാം. പ്രത്യേകിച്ച് ചിലർക്ക് ഫാമിലിയിലായിട്ട് തന്നെ കുടിക്കുകയൊന്നും ചെയ്യാത്തവർക്ക് ഹെപ്പറ്റൈറ്റിസ് വരുമ്പം അത് പതുക്കെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് കൊണ്ട് ഫാസ്റ്റായിട്ട് വരുന്നതുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ്, അത് നമ്മുടെ പാൻക്രിയാസിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ഇൻറ്റസ്റ്റൈനെ എഫക്റ്റ് ചെയ്യുന്ന ക്രോൺസ് ഡിസീസ്, ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ആ ഗ്രൂപ്പിലായിരുന്നു വരുന്നത്. കൊളൈറ്റിസ്, ഇതൊക്കെ ഇൻറ്റസ്റ്റൈനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, ചില തരം ഗ്യാസ്ട്രൈറ്റിസ് ഇതുണ്ട്. ചിലതരം അനീമിയ, പെർനീഷ്യസ് അനീമിയ, അതായത് രക്തക്കുറവ് വരുന്നത്. അങ്ങനെ പിന്നെ ഈവൻ കിഡ്നി എഫക്റ്റ് ചെയ്യാം. IgA നെഫ്രോപ്പതി, അതൊക്കെ വളരെ സ്ലോ പ്രോഗ്രസിങ് ആയിട്ടുള്ളതാണ്. ചിലപ്പോൾ 10, 30, 40 വയസ്സിലൊക്കെ ആയിരിക്കും അത് കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നത്. അത് ഡിപ്പെൻസ് എത്ര ഫാസ്റ്റായിട്ട് ഇപ്പോൾ ഇതൊക്കെ പല ലെവലിലുള്ള പ്രോഗ്രഷൻ വരാം. സ്ലോ ആയിട്ട് വരാം, ഫാസ്റ്റായിട്ട് വരാം. അപ്പം ബേസിക്കലി നമുക്ക് ഇത്രയും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഡയറ്റിനെ കുറിച്ചും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിലേക്ക് കൂടുതൽ ഡയറ്റിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ പലപ്പോഴും വേദനയായിട്ടാണല്ലോ ജോയിൻറ്റ് പെയിൻ, ഇപ്പം ആർത്രൈറ്റിസ് ആണ് ജോയിൻറ്റ് പെയിനൊക്കെയാണല്ലോ വരുന്നത്. അപ്പം ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഈ ഇൻഫ്ലമേഷൻ അതുപോലെ ആൻറ്റി ഇൻഫ്ലമേഷൻ 2 ഘടകങ്ങളാണ് വരുന്നത്. അതായത് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം, ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയറാണ്. അപ്പോൾ ഇൻഫ്ലമേഷനും ആൻറ്റി ഇൻഫ്ലമേഷനും ബാലൻസ്ഡ് ആയി പോകുമ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ പോകും. ഇപ്പോൾ ഇൻഫ്ലമേഷൻ വന്നു, പുറത്തുനിന്നൊരു പതോജൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ വന്നു, വൈറസ് വന്നു, ടോക്സിൻ വന്നു, അപ്പം നമ്മുടെ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റഡ് ആകും. അത് എന്തെങ്കിലും ഒരു സെല്ലിനെ നശിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് ഈ പതോജൻ കയറിയിട്ടുണ്ട്, ആ സെല്ലിനെ മാറ്റി പുതിയതിനെ ഉണ്ടാക്കണം. ആ ഉണ്ടാക്കുന്നതിനാണ് റിപ്പയർ എന്ന് പറയുന്നത്, ഓർ ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ ഒരു പതോജൻ വരുവാണെങ്കിൽ പാറ്റേൺ റെക്കഗ്നൈസിങ് ഫാക്ടേഴ്സ് എന്നും പറഞ്ഞ് PRR എന്നും പറഞ്ഞ് നമ്മുടെ മാക്രോഫേജസ്, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ സെൽസാണ്, അതിലുണ്ടാവും. അതും പിന്നെ ഈ പതോജൻ അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ PAMS എന്ന് പറയും. ഇത് രണ്ടും കൂടെ ഉള്ള ഇൻറ്ററാക്ഷൻ വരുമ്പോഴാണ് ഇൻഫ്ലമേഷൻ വരുന്നത്. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലി നമുക്ക് നോക്കുമ്പോൾ നീർക്കെട്ടെന്നൊക്കെ പറയല്ലേ, അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് രോഗം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ബേസിക്കലി ക്ഷീണം, വേദന, പനി, മുഴ, ചുമപ്പ്, ഇതാണ് സാധാരണ നമ്മളുടെ ഒരു രോഗം വന്നു നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണമാണ് എവിടെയാണെങ്കിലും രോഗലക്ഷണങ്ങൾ വരുന്നത്. ഇതെല്ലാം നമ്മളുടെ ഈ മാക്രോഫേജസ് അല്ലെങ്കിൽ നമ്മളുടെ സോൾജിയർ സെൽസും നമ്മളുടെ ഈ പതോജനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വരുമ്പോഴാണ്. ആക്ച്വലി ഈ സിംറ്റംസ് എല്ലാം നമ്മളുടെ ബോഡി നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്, ഇവിടെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്,
ടേക്ക് കെയർ എന്നുള്ളത് നമുക്കൊരു മെസ്സഞ്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം വേദന നമുക്ക് അറിയത്തില്ലെന്നായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിവ് വരാം, നമ്മൾ അറിയില്ല. അതുപോലെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ഫങ്ഷനാണല്ലോ ഈ സെൻസേഷൻ ഇല്ലാതെ വന്ന് വേദന ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂട് വന്ന് എങ്ങനെയാണ് നമ്മൾ ഈ ന്യൂറോപ്പതിയൊക്കെ വന്നിട്ട് ആൾക്കാരുടെ കാലിലൊക്കെ ഡയബറ്റിക് പേഷ്യൻ്റിനൊക്കെ ന്യൂറോപ്പതി വന്നിട്ട് കാലിൽ മുറിവൊക്കെ വരികയും ആംപുട്ടേഷനൊക്കെ വേണ്ടി വരുന്നതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലമേറ്ററി സൈൻസ് അറിയാതെ പോകുന്നു, വേദന അറിയാതെ പോകുന്നു. അതുപോലെ തന്നെ തീരെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടിരിക്കുന്നവർക്ക് ന്യൂമോണിയൊക്കെ വന്നാലും പനി വരില്ല. വളരെ പ്രായമായവർക്കും അല്ലെങ്കിൽ ഒത്തിരി സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇമ്മ്യൂണോസപ്രസൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാലും പനി വരാതിരിക്കും. അപ്പം നമുക്ക് അറിയാതെ പോകും. അപ്പം ലേറ്റ് സ്റ്റേജായി ഏറ്റവും ഇതായി കഴിഞ്ഞാൽ അറിയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വരുന്നത്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ നമ്മളുടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഇപ്പം നമുക്കറിയാം അലർജി, നമുക്ക് ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അത് നോർമലായിട്ടുള്ള സാധനത്തിനോട് അബ്നോർമലായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതിനാണ് അലർജി, ആസ്മയ്ക്കൊക്കെ വരുന്നത്. അതുപോലെ വേറൊരു ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി തന്നെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും വരുന്നത്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ പല രീതിയിലുള്ള ഒരു രീതി മാത്രമല്ല അത് ആക്ട് ചെയ്യുന്നത്, പല സംവിധാനങ്ങളുണ്ട്. അതിൽ തന്നെ ഒരു കാര്യത്തിൽ പെട്ടെന്ന് റിയാക്ഷൻ വരുന്നതുണ്ട്. അത് ഇമ്മീഡിയറ്റ് ഉണ്ട്, ഡിലേഡ് ഉണ്ട്. ഇമ്മീഡിയറ്റിൽ നമ്മൾ പറയുന്നത് ടൈപ്പ് 1 റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് IgE, ഇപ്പം പലർക്കും അറിയാൽ അലർജിയൊക്കെ ഉള്ളവർക്ക് IgE ലെവൽ കൂടി എന്നൊക്കെ പറയല്ലേ. അത് യൂഷ്വലി ഇമ്മീഡിയറ്റ് ടൈപ്പ് 1 റിയാക്ഷനാണ്. അതാണ് IgE മീഡിയേറ്റഡ് ആണ്. അതാണ് മിക്കവാറും അലർജിയിൽ കൂടുതൽ വരുന്നത്. പിന്നെ ഉണ്ട് ടൈപ്പ് 2 മീഡിയേറ്റഡ് ഉണ്ട്, അത് IgG മീഡിയേറ്റഡ്, IgG-M ഒക്കെയാണ് അതിനകത്ത്. വേറൊരു ടൈപ്പ് ഓഫ് ആൻറ്റിബോഡിയാണ്. പിന്നെ ഒരു ടൈപ്പ് 3 എന്ന് പറയുമ്പം ഇമ്മ്യൂൺ കോംപ്ലക്സ്, ആൻറ്റിബോഡി, കോംപ്ലിമെൻറ്റ് സിസ്റ്റം, ഫാഗോസൈറ്റ്സ് എല്ലാം കൂടി ഒരു മൾട്ടിപ്പിൾ റിയാക്ഷനാണ് ഉണ്ടായിട്ട് വരുന്നത്. അത് കുറച്ചും കൂടെ താമസിച്ചായിരിക്കും, 3, 4, 5 ദിവസങ്ങളൊക്കെ എടുക്കും. ഓർ ഈവൻ ഒരാഴ്ചയൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മളൊരു തെറ്റായിട്ടുള്ള നമുക്ക് അലർജിക്ക് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ റിയാക്ഷനായിട്ട് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സെൽ മീഡിയേറ്റഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ തൈമിക് സെല്ലുമായിട്ട് മീഡിയേറ്റഡ്. അങ്ങനെ വരുന്ന സെൽ മീഡിയേറ്റഡ് കുറേ കൂടി ഡിലേ കഴിഞ്ഞാൽ 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ കുട്ടികൾക്കൊക്കെ വൈറൽ ഫീവറൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് 2 3 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ഈ തക്കാളിപ്പനി എന്നൊക്കെ പറഞ്ഞു വരുന്നൊരു ഇതുണ്ട്. അത് കഴിയുമ്പോഴേക്കും സ്കിന്നൊക്കെ പീൽ ഓഫ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ കുറേ റിയാക്ഷൻ. പിന്നെ ഈ ചില മരുന്നുകളോടുള്ള സിവിയർ റിയാക്ഷൻ സ്കിന്നിലൊക്കെ വരും. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം, സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനും ഒക്കെ ഒരു ഭയങ്കര പൊളിഞ്ഞു പോകുന്നത് പോലെയൊക്കെ ഉള്ള വരുന്നത് ഒരു സിവിയർ റിയാക്ഷനാണ് ഡ്രഗിനോടൊക്കെ വരുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞ് ഡിലേഡ് ഇമ്മ്യൂൺ റിയാക്ഷൻ പോലെ വരുന്നതാണ്. ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതെന്നുള്ളതിന് ഒരു ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന ഈ റുമാറ്റിക് ഫീവർ വരുമല്ലോ. റുമാറ്റിക് ഫീവർ, അതുപോലെ നമ്മളുടെ ഈ കുട്ടികളിലൊക്കെ നെഫ്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു വരും. അതിലാദ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആയിരിക്കും വരുന്നത്. അതായത് നമ്മളുടെ ഒരു ബാക്ടീരിയ വന്നിട്ട് നമ്മുടെ ടോൺസിലൈറ്റിസ് വരുമായിരിക്കും. അപ്പം അത് ടോൺസിലൈറ്റിസ് വരും, പക്ഷെ അത് ചിലപ്പോൾ ചെറുതായിട്ടേ കാണുള്ളൂ. അല്ലെ പല്ലിന് കേടായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവർക്ക് പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നത് ജോയിൻറ്റ് പെയിൻ ആയിരിക്കും. ജോയിൻറ്റ് പെയിൻ ഒരു ദിവസം ഒരു ജോയിൻ്റ് ആയിരിക്കും, വേറൊരു ദിവസം പിറ്റേ ദിവസം ചിലപ്പോൾ വേറൊരു ജോയിൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഫ്ലീറ്റിംഗ് ആർത്രൈറ്റിസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾ ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹാർട്ടിനെ അത് ബാധിച്ചതായിട്ട് തന്നെ അറിയുന്നത്. ഇപ്പോൾ പലർക്കും ഉള്ള മൈട്രൽ വാൽവ്, അയോട്ടിക് വാൽവ് ഒക്കെ റീപ്ലേസ് ഒക്കെ ചെയ്യുന്നത് അത് ശരിക്കും ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് വരുന്നതാണ്. ഈ സെയിം തന്നെ ചിലപ്പം ടോൺസിലാണോന്നില്ല, പല്ലിൽ വന്നു കഴിഞ്ഞാലും വരാം. അത് തന്നെ ചിലപ്പോൾ കിഡ്നിക്കും ഡാമേജ് ഉണ്ടാക്കിയെന്നിരിക്കും. അതിലെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ ഒരു സെൽ വാളിലുള്ള ഒരു പ്രോട്ടീൻ ആ ഒരു പാറ്റേൺ റെക്കഗ്നൈസിൻ്റെ അതുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. പക്ഷേ ഇതിൽ 2 പേർക്കും തമ്മിൽ സാമ്യമുണ്ട്. നമ്മളുടെ ഹാർട്ടിലെ വാൽവിലും രക്തക്കൊഴലുകളിലും ജോയിൻറ്റിലും ഒക്കെ ഉള്ള ചില പ്രോട്ടീനുമായിട്ട് ഇതിന് സാമ്യമുള്ളതുകൊണ്ട് ബാക്ടീരിയ എന്ന് കരുതി അവർ പോയി നമ്മുടെ ഹാർട്ട് വാൽവിനെ ആയിരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നത്.
അങ്ങനെ സംഭവിക്കുന്നതാണ്. അതിനാണ് നമ്മൾ ഈ പെൻസിലിന് ഇഞ്ചക്ഷനൊക്കെ മന്ത്ലി 3 ആഴ്ച കൂടുമ്പോൾ എടുക്കുക. പിന്നെ ഇപ്പോൾ ഉണ്ട് ഓറൽ പെൻസിലിനൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നവർക്ക് അത് എടുക്കുന്നത്. അതായത് നമ്മൾ ASA ടൈറ്റർ എന്നൊക്കെ പറഞ്ഞൊരു ആൻറ്റി സ്ട്രെപ്റ്റോകോക്കൽ ആൻറ്റിജനൊക്കെ ഉണ്ടോ എന്ന് നോക്കി ടെസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ അതിനെ ഹാർട്ടിന് ഡാമേജ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ നമുക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ്, മൈദ, റവ, ഓട്സ് ഇതിലൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം പ്രോട്ടീനാണ്. അത് കഴിക്കുന്നവർക്ക് സീലിയാക് ഡിസീസ് വരുന്നു എന്നുള്ളതായിരുന്നു. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ഒന്നും കഴിക്കാൻ മേലെന്നാ. കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ലൂസ് മോഷനും അങ്ങനെ വയറിന് അസ്വസ്ഥതകൾ വന്ന് നമ്മളുടെ വയറിൽ ഇൻറ്റസ്റ്റൈൻ്റെ ആ അബ്സോർപ്ഷൻ ഉണ്ടാക്കുന്ന മ്യൂക്കസ് മെമ്പറിനൊക്കെ നശിച്ചു പോകുന്നൊരു കണ്ടീഷനാണത്. അത് ആദ്യം പണ്ടൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഗ്ലൂട്ടൻ്റെ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ കൊണ്ടാണെന്ന്. ആദ്യമൊക്കെ നമ്മൾ അതായിരുന്നു ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി വയറിന് മാത്രമായിരുന്നു. ഇപ്പം പക്ഷേ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി കാരണം ഈവൻ സൈക്കാട്രിക് ഡിസോർഡേഴ്സും മറ്റ് പല രോഗങ്ങളുടെയും കാരണം ഈ ഗ്ലൂട്ടൺ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ മരുന്നുകൾ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിന് വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കോവിഡ് ഇൻഫെക്ഷൻ വന്നല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് പലർക്കും പല രീതിയിലുള്ള ആർത്രൈറ്റിസും അങ്ങനെയുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസിലേക്ക് പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. അതിൻ്റെ ആ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ തന്നെ സെല്ലിനെ നശിപ്പിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇപ്പം ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ഈ ഡയറ്റുമായിട്ടുള്ള റിലേഷനൊന്നും പണ്ടത്ര അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ ഇങ്ങനത്തെ രോഗങ്ങൾ, അതായത് ഉള്ള ആർത്രൈറ്റിസ്, സോറിയാസിസ്, ഈ റൊമറ്റോയിഡ് ഡിസീസസും പല ഓട്ടോഇമ്യൂൺ ഡിസീസുമായിട്ടുള്ള ഫുഡുമായിട്ടുള്ള കണക്ഷൻ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. നമ്മളൊരു മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇമ്മ്യൂണോ സപ്രഷൻ. ഇതിപ്പോൾ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആണല്ലോ. അവർ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാനുള്ള മരുന്നുകളാണ് ഇതിന് നമ്മുടെ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ലൈന് മിക്കവാറും സ്റ്റീറോയിഡ്സ് ആയിരിക്കും. പിന്നെ വേദന സംഹാരികളും ശരിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാനുള്ളതാണ്. നമുക്ക് വേദന വന്നു കഴിഞ്ഞാൽ അല്ലാതെ പറ്റുമല്ലോ. ശരിക്കും ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാനുള്ള മരുന്നുകളാണ് നമുക്ക് മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സിംറ്റമാറ്റിക് റിലീഫാണല്ലോ ബേസിക്കലി വേണ്ടി വരുന്നത്. ഇപ്പം വേദന സംഹാരികൾ, പനിയും ഇൻഫ്ലമേഷൻ്റെ ലക്ഷണമാണ്. അപ്പോൾ പനിയെ കുറയ്ക്കാൻ, വേദന കുറയ്ക്കാൻ, നീര് കുറയ്ക്കാൻ, ഇതിനൊക്കെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്, അല്ലാത്ത രീതിയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്. ഈ മരുന്നുകളാണ് നമ്മൾ ഇതിനകത്ത് ട്രീറ്റ്മെൻ്റ് ആയിട്ടൊരു മരുന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ ഈ ന്യൂട്രിഷൻ ബേസ്, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഡയറ്റുമായിട്ട് എങ്ങനെയാണ് ഡയറ്റ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്ന് നമുക്ക് നോക്കാവുന്ന ഏത് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്ലൂട്ടൻ, കാരണം ഗ്ലൂട്ടൻ ഇപ്പം ഭയങ്കര പ്രശ്നമാണെന്നാണ് ഇപ്പോൾ പല സ്റ്റഡീസും കാണിക്കുന്നത് തന്നെ ഗ്ലൂട്ടൻ പ്രോബ്ലം ഉണ്ടെന്നാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി തിരിച്ചറിയാനുള്ള ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡി ടെസ്റ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. ആ ടെസ്റ്റ് നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം എന്തായാലും ഗ്ലൂട്ടൺ ഉള്ള ഫുഡ് അങ്ങ് ഒഴിവാക്കുക. ഗോതമ്പ്, മൈദ, റവ, ഓട്സ്, ഇത് എന്തായാലും അങ്ങ് ഒഴിവാക്കുക. അതുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അതാണ് നമുക്കൊന്നും ചെയ്യാവുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലമേഷനും ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞല്ലോ, അതായത് അറ്റാക്കും റിപ്പയറും, ഓർ ഡിഫെൻസും റിപ്പയറും ഹീലിങ്ങും. അപ്പം ഇതിൽ ഈ ഇൻഫ്ലമേഷൻ മീഡിയേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മളുടെ ഫാറ്റിലുള്ള ഒരു omega-6 എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഫാറ്റാണ്. പിന്നെ ഹീലിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ മോഡറേറ്റ് ചെയ്യുന്നത് എല്ലാം omega-3 ആണ്. അപ്പോൾ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ omega-3 കൂടുതലുള്ളത് കഴിക്കുക, omega-6 കൂടുതലുള്ളത് ഒഴിവാക്കാൻ നോക്കാം. ഈ 3 കൂടുതലുള്ളത് കഴിക്കുക എന്ന് പറഞ്ഞാൽ 3 കൂടുതലുള്ളത് വളരെ കുറവ് ഫുഡാണ്. നമ്മുടെ സാധാരണ ഫുഡിലൊക്കെ 3 വളരെ കുറവാണ്. ഈ ഇലക്കറികളിലും അല്ലെങ്കിൽ ചാളയിലൊക്കെയാണ് കുറച്ചെങ്കിലും നമ്മുടെ ഫുഡിലുള്ളത്. പിന്നെ വളരെ നിസ്സാര എമൗണ്ടേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഉഴുന്ന്, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതേസമയത്ത് omega-6 ആണെങ്കിൽ ഒത്തിരി കൂടുതലാണ്. എല്ലാത്തിലും ഹൈ omega-6 ആണ്. പ്രത്യേകിച്ച് ഓയിൽ സീഡ്സും നമ്മുടെ കുക്കിംഗ് ഓയിലും.
ഇപ്പം ഫോർ എക്സാമ്പിൾ കുക്കിംഗ് ഓയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഓൾമോസ്റ്റ് 70% omega-6 ആണ്, അതിനകത്ത് omega-3 ഇല്ല. അപ്പം നമ്മുടെ ഈ omega-3-6 റേഷ്യോ ശരിക്കും മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുമ്പോൾ നമ്മളുടെ ആ ജനറ്റിക്സ് അനുസരിച്ച് omega-3 omega-6 1:1 ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ബാലൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പല സ്റ്റഡീസും തന്നെ കാണിച്ചിട്ടുണ്ട് omega-3-6 ബാലൻസ് അറ്റ്ലീസ്റ്റ് 1:4, അതായത് 4 ടൈംസ് കൂടിയാൽ പോലും പലർക്കും വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. പക്ഷെ രോഗികളായിട്ടുള്ളവർക്ക് omega-3-6 1:2 കൊണ്ടുവന്നാലും 3 കൊണ്ടുവന്നാലും ഒക്കെ അതനുസരിച്ച് ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ് പല സ്റ്റഡികളും കാണിക്കുന്നത്. അപ്പം ഐഡിയലി വേണ്ടത് നമുക്ക് omega-3-6 ബാലൻസ് 1:1 ആക്കുക എന്നുള്ളതാണ്. അതാക്കണമെങ്കിൽ നമ്മൾ ഈ omega-6 കൂടുതലുള്ള ഓയിൽ സീഡ്സും ഓയിലും ഒഴിവാക്കണം. കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ ഇതിലെല്ലാം നന്നായിട്ട് ഓയിലുള്ളതാണ്. ആ ഓയിലെല്ലാം വെരി ഹൈ ഇൻ omega-6 ആണ്. അതുപോലെ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന എല്ലാ കുക്കിംഗ് ഓയിലും omega-6 കൂടുതലാണ്. ആകെ നമ്മുടെ കോക്കനട്ട് ഓയിലിൽ ഇത് രണ്ടും ഇല്ല, 2 സാച്ചുറേറ്റഡ് ഫാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്തരം രോഗങ്ങളുള്ളവർ എല്ലാം ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി കോക്കനട്ട് ഓയിലോ അല്ല, പിന്നെ ഉള്ളത് ഒളിവ് ഓയിലാണ്. ഒളിവ് ഓയിൽ അധികം ഇല്ല, ഒളിവ് ഓയിൽ യൂസ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഗീ ഒക്കെ പോലെയുള്ള അതിലൊരു കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ 10% omega-6 വരുന്നുള്ളൂ. പിന്നെ അതിലൊക്കെ ഈ ഗീയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ച് omega-3 കൂടെ ഉണ്ടാവും. അത് പക്ഷേ പശുവിന് കിട്ടുന്ന പുല്ലിൻ്റെയും കൂടെ അനുസരിച്ചിരിക്കും. നന്നായിട്ട് പുല്ല് തിന്ന് വളരുന്ന പശുവാണെങ്കിൽ, പുല്ല് തിന്നുന്ന പശുവാണെങ്കിൽ റീസണബിൾ എമൗണ്ട് omega-3 ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്ത, നട്ട്സ് എല്ലാം ഒഴിവാക്കുക. ഓയിൽ ഏറ്റവും മിനിമം ഓയിലിൽ മാനേജ് ചെയ്യാനും കൂടെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ ലീഫി വെജിറ്റബിൾസ്, ഉഴുന്നോ കടലയോ ഒക്കെ പോലെയുള്ള, അതുപോലെ ചാള അലർജി കുറവുള്ളവർക്കാണെങ്കിൽ മറ്റേ ഫിഷ് ഓയിൽ എന്ന് പറയും. ഫിഷാണെങ്കിൽ തന്നെ നമ്മളുടെ ഈ ശുദ്ധജലത്തിൽ അല്ലെ നമ്മളുടെ ഇവിടെ വളരുന്ന ഫിഷിനൊന്നും കാര്യമായിട്ട് omega-3 ഇല്ല. അതിന് പ്രോട്ടീൻ എന്നുള്ള നിലയിൽ നല്ല ഫുഡാണ്. ആകെ ഈ സാൽമണ് അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഫിഷ്, അല്ല നമ്മൾ ചാള അവർ ശരിക്കും തണുത്ത കാലാവസ്ഥയിലാണ് ഈ സാർഡിൻ അല്ലെങ്കിൽ ചാളയൊക്കെ ജീവിക്കുന്നത്. അവർ മുട്ടയിടാൻ വരുമ്പോഴാണ് നമ്മൾ അവരെ പിടിക്കുന്നത്. അവരുടെ മേത്ത് കൂടുതലുള്ള അതാണ് നമ്മൾ omega-3 ആയിട്ട് വരുന്നത്. പിന്നെ ഈ സാൽമൺ എന്ന് പറഞ്ഞ് വേറെ ഈ കുറച്ചുകൂടി തണുപ്പ് രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന ഫിഷിൽ ഇതിൽ മാത്രമാണ് കാര്യമായിട്ടുള്ളത്. ബാക്കിയുള്ള നമ്മുടെ കായലിൽ നിന്നും പിടിക്കുന്ന ഫിഷിനൊന്നും കാര്യമായിട്ട് omega-3 ഉണ്ടാവില്ല. സ്മോളർ എമൗണ്ട് ഉണ്ടാവും, അത്രേ വരുള്ളൂ. പിന്നെ നമ്മൾ ഡയറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഞാൻ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഒരു ഡിസീസായിട്ടാണ് ഞാനിത് പറയുന്നത്. ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൽ ഏതിലുള്ളവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ, മിക്കവാറും രോഗിയായിരിക്കുന്നവർക്ക് എക്സസ് ഫാറ്റ് ഉണ്ടാവും. അതാണ് നമുക്ക് മിക്കവാറും കാണുന്നത് അങ്ങനെയാണ്. അണ്ടർ വെയിറ്റ് ആണെങ്കിൽ പോലും ചിലരായിട്ടുണ്ടാവും ഈ ആർത്രൈറ്റിസ് ഒക്കെ പിടിച്ച് തീരെ ക്ഷീണിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പോലും അവരുടെ മസിലും ബോണുമായിരിക്കും തീരെ വീക്കായിരുന്നത്, ഫാറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഐഡിയലി നമ്മൾ ഒരാളുടെ ഫാറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:5. അതിലും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനാണെങ്കിൽ ഒരു 25% താഴെ ഒരു 20 to 25% ഫാറ്റ് വരിക എന്നുള്ളതാണ് ഐഡിയൽ. ജെൻസിനാണ് 10 to 15% ഫാറ്റ് വേണം. ജനറലി ലേഡീസ് ഫാറ്റ് കൂടുതലുള്ളവരാണ്, അതാണ് വരുന്നത്. ലേഡീസിൻ്റെ ആ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കുറച്ച് ഫാറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും ഉള്ള എല്ലാ ഓട്ടോഇമ്മ്യൂൺ ഡിസീസും ലേഡീസിനാണ് വരാൻ ചാൻസ് കൂടുതൽ. ഈവൻ തൈറോയിഡൈറ്റിസ് ആണെങ്കിലും അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ആണെങ്കിലും ഒക്കെ ലേഡീസിനാണ് അത് കൂടുതൽ കാണുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ജനറ്റിക്കലി തന്നെ നമ്മുടെ ബോഡി കോമ്പോസിഷനിൽ തന്നെ ലേഡീസിന് കൂടുതൽ ഫാറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾ ഫാറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കൂടാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ പലരുടെയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് ലെവൽ ഒത്തിരി ഹൈ ആയിരിക്കും. പലപ്പം 15% വേണ്ട ജെൻസിനാണെങ്കിൽ 25-30 ഒക്കെ ആയിരിക്കും. അതുപോലെ ലേഡീസിനാണെങ്കിൽ മാക്സിമം 25 ആകാവുന്നവർക്ക് 40% ഫാറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബോഡിയിൽ എക്സസ് ഉള്ള ഫാറ്റ് കുറച്ചുകൊണ്ട് വരണം. അതിപ്പോൾ എക്സസൈസും ചെയ്ത് ഫുഡിലാണെങ്കിലും കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറഞ്ഞ ഫുഡ് കഴിച്ച്
നമ്മൾ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കും. അതേ സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇലക്കറികളും ഫിഷോ മീറ്റും ഒക്കെ ആവാം, പയറുവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ച് എക്സസൈസും ചെയ്ത് മസിലിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം. ബേസിക്കലി ഇത് പ്രൊപ്പോർഷനാണ്. കൊഴുപ്പ് കുറയുന്നതും ആയാലും മസിൽ കൂടുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ വരുന്നത്. അപ്പം എക്സസൈസ് വേണം, അതിൻ്റെ കൂടെ ലോ കാലറി കുറച്ചാൽ, നമ്മൾ കഴിക്കുന്നതിനകത്ത് കാലറി കുറച്ചാൽ മാത്രമേ നമ്മളുടെ ബോഡിയിൽ ഈ അടിഞ്ഞു കൂടിയേക്കുന്ന ഈ omega-3, 6 ആയിരിക്കും ഏറ്റവും കൂടുതൽ. അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ്, അതിൽ തന്നെ ഇപ്പം നമ്മൾ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റൊക്കെ നമ്മൾ ഒത്തിരി എല്ലാത്തിലും അത് ഉപയോഗിക്കുന്നത്. ഈ ബേക്ക്ഡ് ഐറ്റംസിലെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഗീ, ആർട്ടിഫിഷ്യൽ ബട്ടർ, ഇതിലെല്ലാം ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്. ഇതും നമ്മളുടെ ബോഡിക്ക് ഇൻഫ്ലമേഷൻ കൂട്ടും, അതും നല്ലതല്ല. അപ്പം അങ്ങനെയുള്ളതിനെയെല്ലാം എടുത്ത് കളയാൻ, തീർത്ത് ബേൺ ഔട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അതാണ് പിന്നെ ഒരു കാര്യം ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഏത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിലും, വയറിലുള്ളതാണേലും ആർത്രൈറ്റിസ് ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ലിവറിലെ ആണെങ്കിലും ലങ്സിനെ ആണെങ്കിലും, കാരണം ഇപ്പോൾ ഒക്കെ ഒത്തിരി ഇൻഡസ്ട്രിഷ്യൽ ലങ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് കൂടി വരുന്ന സമയമാണ്. ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് omega-3, 6 ബാലൻസ് കറക്റ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ബോഡിയിൽ എക്സസ് കൊഴുപ്പുണ്ടെങ്കിൽ അത് കളയാൻ നോക്കുക, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലാണെങ്കിലും കളറ്, പ്രിസർവേറ്റീവ്സ് അതുപോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. കാരണം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓൾറെഡി പ്രശ്നത്തിലാണ്. അപ്പം അവിടെ തന്നെ ഒരു ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറത്തുനിന്നുള്ള ഒരു ഇൻവേർഡേഴ്സ് പോലെയുള്ള ടോക്സിൻസ് ആണ് ഈ കളറ്, പ്രിസർവേറ്റീവ്സ്, ടേസ്റ്റ് മേക്കേഴ്സ് എല്ലാം വരുന്നത്. അപ്പം അത് വരുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീണ്ടും അവരുടെ ബാലൻസ് പോകാനുള്ള, അല്ലെങ്കിൽ അവരുടെ ബാലൻസ്, അറ്റാക്ക് മാത്രമല്ലല്ലോ, ഹീലിങ്ങും കൂടെ നടക്കണമല്ലോ. അപ്പം ഈ പുതിയ ടോക്സിൻസ് വീണ്ടും ചെന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു വീക്ക്നെസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും മിനിമം വെറൈറ്റി ഓഫ് ഫുഡ്, കാരണം ടു മെനി ഐറ്റംസ് നമുക്കിപ്പോൾ അവൈലബിളാണ്. ഇപ്പം ഒരു ആപ്പിൾ തന്നെയാണെങ്കിൽ അമേരിക്കയിലുണ്ടാകുന്നതും ന്യൂസിലൻഡിലുണ്ടാകുന്നതും ചൈനയിൽ നിന്നുള്ളതും ഈവൻ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളത് പോലും ഇവിടെ നമുക്ക് കിട്ടും. അതുപോലെ സോ മെനി വെറൈറ്റി ഓഫ് ഫുഡും വരും. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും പിന്നെ പാക്കറ്റഡ് ആയിട്ടാണെങ്കിലും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രോഗങ്ങളുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും മിനിമം ഫുഡിലേക്ക് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 5 or 6 മാക്സിമം 10 or 20 ഇൻഗ്രീഡിയൻസ്, നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഇടുന്നുണ്ടാവും. ഈവൻ സ്പൈസസ് തന്നെ നമ്മൾ ഒരു കറിക്കകത്ത് തന്നെ 5-8 തരം സ്പൈസ് ആയിരിക്കും. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറേ ഐറ്റംസ് കയറിയിട്ട് അങ്ങനെ എടുക്കാതെ ഏറ്റവും മിനിമം സ്പൈസസ് നമ്പറും കൂടെ ഇത് ചെയ്യണം. അങ്ങനെ ഫ്രൂട്ട് സലാഡ് പോലെ ഒരു 5-6 ഫ്രൂട്ടിൻ്റെ സലാഡ് ഇല്ലാതെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം, അങ്ങനെ ഫുഡിനെയും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യണം. മിനിമം ടൈപ്പ് ഓഫ് ഫുഡ് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് കംഫർട്ടബിളാണ്. പിന്നെ അതിനകത്ത് കളറും പ്രിസർവേറ്റീവ്സും ഈവൻ കഴിയുമെങ്കിൽ പെസ്റ്റിസൈഡ്സും ഇല്ലാത്ത നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യാവുന്നത്, ബേസിക്കലി നമുക്ക് പറ്റാത്ത ഫുഡ് ഏതാ, പറ്റിയത് ഏതാന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏതിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നത് അതൊക്കെ അറിയാനുള്ള ടെസ്റ്റുകൾ ഇന്നുണ്ട്. IgE മീഡിയേറ്റഡും IgG മീഡിയേറ്റഡും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത്തരം ടെസ്റ്റുകൾ ചെയ്ത് നമ്മളുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു എന്ന് കാണുന്ന ചില ഫുഡുകളെ, ഐറ്റംസിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഇങ്ങനത്തെ രോഗങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ബേസിക്കലി. നെക്സ്റ്റ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളത് കൂടെ പറയാം. ബേസിക്കലി ഇതെല്ലാം നമുക്ക് വേദന വരുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും നോക്കുന്നത്, അല്ലെങ്കിൽ ക്ഷീണം വരുമ്പോഴാണ്. വേദന, ക്ഷീണം, പനി, ചുമപ്പ്, തടിപ്പ് ഇതൊക്കെയാണല്ലോ അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നോക്കുക എന്നുള്ളതാണ് ഒരു ഭാഗം വരുന്നത്. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബ്ലഡ് കൗണ്ട് നോക്കുക എന്നുള്ളതാണല്ലോ. CBC ബ്ലഡ് കൗണ്ടാണ് നമ്മൾ ESR. അപ്പോൾ ESR കൂടുതലായിരിക്കും മിക്കവാറും. എല്ലാത്തിനും വരണമെന്ന് നിർബന്ധമില്ല, ചിലതായിരിക്കും കൂടുന്നതെന്ന് മാത്രം. പിന്നെ CRP, HSCRP, ഇതൊക്കെയാണ് ഇൻഫ്ലമേറ്ററി ESR, ബ്ലഡ് കൗണ്ട്, WBC, അല്ലെങ്കിൽ ന്യൂട്രോഫിൽസ്, യൂസിനോഫിൽസ്, ഇതെല്ലാം കൂടുന്നത്. ഇപ്പോൾ ഒരു അലർജിക്കും കൂടെ ഉണ്ടെങ്കിൽ യൂസിനോഫിൽസ് കൂടും. അങ്ങനെ ആ ബ്ലഡിലെ സെൽസ്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സെൽസ്, പിന്നെ ആൻറ്റിബോഡീസ്, അത് നമുക്ക് ഇന്ന് പലതരം IgEയും IgGയും IgM ഒക്കെ നമുക്ക് നോക്കാനുള്ള ഫെസിലിറ്റീസും, ഇതെല്ലാം കൂടുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്
ഒന്ന്. ഇത് തന്നെയാണ് നമ്മളതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടോ, ഇമ്മ്യൂൺ സിസ്റ്റം ശരിയാവുന്നുണ്ടോ എന്നറിയാനും ഇതൊക്കെ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പോകുമ്പോൾ ഓരോ പല രോഗങ്ങൾക്ക് ഇന്ന് കുറേ ടൈപ്പ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് മാർക്കേഴ്സ് ഉണ്ട്. അതിലിപ്പം നമുക്ക് തൈറോയിഡിനാണെങ്കിൽ ATG, TPO, അതുപോലെ TRAB എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻറ്റിബോഡീസ്, അങ്ങനെ ഈ പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനാണ് RA ഫാക്ടർ, anti-CCP, അങ്ങനെ കുറേ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് ഉണ്ട്. അത് എല്ലാം ഒന്നും ചെയ്യണമെന്നില്ല, കാരണം ഇതിലൊക്കെ പലതും വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഒരു ബേസ് ഒരു 2 3, പിന്നെ ഈവൻ SLE പോലെയുള്ളതിനാണെങ്കിൽ ANA പോസിറ്റീവ്, ഇങ്ങനെ അതെല്ലാം ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 1 2 പോസിറ്റീവ് കിട്ടിയാൽ അത് വെച്ചിട്ട് നമ്മളത് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ. റിപ്പീറ്റായിട്ട് നമ്മൾ റെസ്പോൺസ് കിട്ടുന്നുണ്ട്, സിംറ്റമാറ്റിക് റിലീഫ് കിട്ടിയാൽ മാത്രം നമ്മുടെ സിസ്റ്റം ശരിയായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ശരിയാണ്, നമുക്ക് വേദന നീരുമൊക്കെ ഒന്ന് പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ മറ്റതും കൂടെ നമ്മൾ നോക്കി അതും കൂടെ കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഫുൾ കറക്ഷൻ കിട്ടുക. അപ്പം നമ്മൾ ബേസിക്കലി ഇതുവരെ നമ്മൾ പറഞ്ഞൊന്ന് സമ്മറൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഒന്ന്, നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഡീറെയിൽമെൻ്റ് ആണ് വരുന്നത്. അതിനകത്ത് ഇൻഫ്ലമേഷനും ആൻറ്റി ഇൻഫ്ലമേഷൻ്റെ ബാലൻസ് തെറ്റുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് omega-3 6 ആണ്. അപ്പം നമ്മൾ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനം നോക്കേണ്ടത് omega-3 6 അളവ് ബാലൻസ് ചെയ്യാനാണ്. രണ്ടാമതായിട്ട് നോക്കേണ്ടത് നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്ന സാധനത്തിൽ ഒന്നും കഴിയുന്നതും കെമിക്കൽസ് ഇല്ലാത്തത്, അതായത് ടോക്സിൻസ് ഇല്ലാത്ത ഫുഡാകാൻ നോക്കുക. കളറ്, പ്രിസർവേറ്റീവ്സ്, പെസ്റ്റിസൈഡ്സ്, ക്ലേസ് മേക്കേഴ്സ്, ഇങ്ങനെ ന്യൂട്രീഷൻ അല്ലാത്ത ഒരു സാധനം, ന്യൂട്രീഷൻ അല്ലാത്ത എല്ലാം ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിൻ പോലെയാണ്. അപ്പോൾ ടോക്സിൻസിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ്, നമ്മൾ ബോഡിയിലുള്ള ടോക്സിൻസ് കളയാനാണ്. നമ്മുടെ ബോഡിയിൽ ഉള്ള ടോക്സിൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഈ ഓട്ടോഇമ്യൂൺ ഡിസീസും ഏത് രോഗമാണെങ്കിലും ഉള്ളത് നമ്മുടെ ഈ ഫാറ്റ് തന്നെ omega-6 ആണ് ഇൻഫ്ലമേറ്ററി ഫാറ്റ്. അത് കളയാൻ വേണ്ടിയിട്ട്, അത് കളയാൻ നമ്മൾ എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക. ഫാറ്റിൻ്റെ ബേൺ ഔട്ട്, വൺസ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ബേൺ ഔട്ട് ചെയ്ത്, അതായത് ഉപയോഗിച്ച് തീർക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ നമ്മൾ കാലറി കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറയ്ക്കുക, അത് മിനിമൈസ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ളത് തന്നെ യൂസ് ചെയ്തു. ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പം എന്ത് ഡയറ്റ് എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വെയിറ്റും കൂടെ കുറയേണ്ടവരും കൂടെ ആണെങ്കിൽ, അത് പല ടൈപ്പുള്ള പേഷ്യൻസ് ഉണ്ടാകും. ഓവർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഇലക്കറികളും പയറുവർഗ്ഗങ്ങളുമാണ് മെയിനായിട്ട് കഴിക്കാവുന്നത്. അത് തന്നെ പക്ഷേ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ മോഡറേറ്റ്ലി നോൺ വെജ് ഐറ്റംസും, അത് അലർജി ഇല്ലാത്തതായിട്ടുള്ള ഫുഡ്, അതായത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ചേരുന്നത് മനസ്സിലാക്കിയെടുത്ത് അത് കഴിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ വെറൈറ്റി ഏറ്റവും കുറയ്ക്കുക. വെറൈറ്റിയൊക്കെ ആകെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഓരോന്നോരോന്നൊക്കെ ഇച്ചിരിയൊക്കെ ട്രൈ ചെയ്യാം. പക്ഷെ ടൂ മെനി വെറൈറ്റിയും ടൂ മെനി സാധനങ്ങൾ, ഇപ്പോൾ നമുക്കറിയാമല്ലോ, അപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയി ബുഫേ ആയിരിക്കും. അപ്പോൾ അവിടെ തന്നെ ഒരു പേസ്ട്രി, സ്വീറ്റ്സ് തന്നെ ഉണ്ടാകും, ഒരു 10-20 ഐറ്റംസ്. ഇതെല്ലാം കൂടി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ആൾക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ കിട്ടിയെന്നിരിക്കുകയില്ല, 2-3 ദിവസത്തിനുള്ളിൽ അവർ വീക്കാകും, വീണ്ടും റിപ്പീറ്റ് ഇത് കിട്ടും. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ഒരാൾ എക്സാസർബേഷൻ വരികയാണ്, അതായത് എല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കറക്റ്റ് ആയാലും തെറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് മിക്കവാറും കിട്ടിയിട്ടുണ്ടാവും. അത് എത്ര ദിവസമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് പിറ്റേ ദിവസമേ തോന്നും, ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞാണ്. പക്ഷെ അത് കണ്ടുപിടിച്ചെടുക്കാനുള്ള ഒരു ഇൻ്റലിജൻസ്, അതിനുള്ളൊരു കപ്പാസിറ്റിയും ഡെവലപ്പ് ചെയ്യുകയാണ്. ഏത് കഴിച്ചിട്ടാണ് എനിക്കിത് വന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാനും അതിനുള്ളൊരു കഴിവുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, നമ്മൾ ഇപ്പം അത് സെൽഫായിട്ട് കണ്ടുപിടിക്കാനും ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്നിരിക്കുകയില്ല. പിന്നെ സിവിയർ ഓട്ടോഇമ്യൂൺ ഡിസീസ്, അതിൻ്റെ കൂടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കുറേ മരുന്നും എല്ലാം കൂടെ കഴിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അൾസറേറ്റീവ് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും എല്ലാം കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് മാത്രമല്ല, പലപ്പോഴും ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് വേറെ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടാകും. അൾസറേറ്റീവ് കൊളൈറ്റിസോ അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസോ ഉള്ളവർക്ക് തൈറോയ്ഡ് ഉണ്ടാകും, തൈറോയ്ഡ് ഉള്ളവർക്ക് ചിലപ്പോൾ ആർത്രൈറ്റിസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഡിസീസും കൂടി ഉള്ളപ്പം അവനവന് തന്നെ ഇതൊന്നും മാനേജ് ചെയ്യും, നോക്കി മനസ്സിലാക്കി എടുത്ത് ചെയ്യാനുള്ള വന്നിരിക്കുകയില്ല. കാരണം
മരുന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മരുന്ന് സപ്രസ് ചെയ്യുന്നതും അല്ല, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എപ്പോഴും ഏത് മരുന്നാണേലും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടോക്സിനായിട്ടാണ്. അപ്പം മരുന്നുകൾ അതൊക്കെ കുറച്ചുകൊണ്ട് ഒന്ന് നിർത്തുകയും കൂടെയാണ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിന് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സ്വയം ചെയ്യാൻ പറ്റാതെ മൾട്ടിപ്പിൾ രോഗങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടോടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണ്ടി വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോമസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ച് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കൊഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് ഉത്തമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഓട്ടോഇമ്യൂൺ ഡിസീസസിന് ഈ ഡയറ്റ് മോഡുലേഷൻ കൊണ്ട് അല്ലെ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ എല്ലാ ടൈപ്പ് ഓട്ടോഇമ്യൂൺ ഡിസീസസും നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ തൈറോയിഡിൻ്റെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസും അതുപോലെ ഗ്രേസ് ഡിസീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഹാഷിമോട്ടോ വളരെ കോമൺ ആണ്. പിന്നെയുള്ളത് ആർത്രൈറ്റിസ് ആണ്. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഈ വാദം എന്ന് പറയൂല, ആമവാദം എന്നൊക്കെ പറയുന്നത്,
അത് അവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നവരെ കാണുന്നത്. തീരെ നടക്കാൻ മേലാത്തതായിട്ടും പിന്നെ ഉണ്ട് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ശരിക്കും ഇതുവരെ നമ്മളതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ഗ്രൂപ്പിലല്ല പെടുത്തിയിരുന്നത്. എന്നാലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നതനുസരിച്ച് മറ്റൊരു ഗ്രൂപ്പല്ല. മറ്റേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും RA ഫാക്ടറും INTCP ഒക്കെ കൂടുന്ന ടൈപ്പല്ല. പക്ഷെ അതിൻ്റെ കൂടെ വരാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബേസിക്കലി അതിൻ്റെ ആ കാർട്ടിലേജിനെയാണ് ബാധിക്കുന്നത്. അതായത് ഈ ഓരോ ജോയിൻറ്റിൻ്റെയും അറ്റത്തുള്ള ഇതിനെയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ് ഉള്ളവരെ കാണാറുണ്ട്. അങ്ങനത്തെ പലപ്പോഴും പലർക്കും കൂടുതൽ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടാകുന്ന തന്നെയാണ്. അതുപോലെ മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളും കൂടെ ഉണ്ടാകും. ഒരേ പേഷ്യൻ്റ് തന്നെ 3, 4, 5, 6 രോഗങ്ങളൊക്കെ പറയാം. കാരണം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അതിന് വേണ്ടിയിട്ട് മരുന്നുകളും പിന്നെ കൊളസ്ട്രോളിന് മരുന്നും യൂറിക് ആസിഡിന് മരുന്നും ഒക്കെ ഉണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ക്രോണിക് ഡിസീസിനും മരുന്നുണ്ടാകും, തൈറോയിഡിനും മരുന്നുണ്ടാകും. എൻ്റെ ഒരു യങ് മാൻ ഞാൻ ഓർക്കുന്നു, അറൗണ്ട് 40 ആണ്. അദ്ദേഹം ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസിനും കഴിക്കുന്നുണ്ട്, വയറിൻ്റെ കൊളൈറ്റിസിന് വേണ്ടിയിട്ട് മരുന്നുണ്ട്, വെരി ഹെവി ഡോസ് ഇമ്മ്യൂണോസപ്രസൻസും, പിന്നെ അതിൻ്റെ കൂടെ തൈറോയ്ഡ് ഉണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ, പിന്നെ പ്രഷറുണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 3 മാസം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ മരുന്നും നമുക്ക് നിർത്താൻ പറ്റിയെന്നുള്ളത്. അതായത് ലങ്സിന് വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരുന്നതും കൊളറിന് വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതും തൈറോയിഡിൻ്റെയും എല്ലാ മരുന്നും 3 months, യൂഷ്വലി ഒരു 2 to 3 months കൊണ്ട് മിക്കവാറും എല്ലാ മരുന്നുകളും തന്നെ നിർത്താൻ പറ്റും. അതിൻ്റെ കൂടെ പ്രഷറോ ഡയബറ്റീസോ ഉണ്ടെങ്കിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ മരുന്ന് നിർത്തിയിട്ടാണ് തുടങ്ങുന്നത്. മിക്കവാറും പേഷ്യൻസിന് നമുക്കൊരു 1 or 2 months മതിയാകും. പിന്നെ ഈ പല ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള പേഷ്യൻസും ഉണ്ടാവും. ഈ ഹെവി ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസൻസിലായിരിക്കും, ലൈക്ക് MMF, മെത്തോട്രെക്സേറ്റ്, ഈ ആൻറ്റി മെറ്റബോളൈറ്റ്സ് ഗ്രൂപ്പ്, അത് പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസ് പേഷ്യൻസിനൊക്കെ. ഇതെല്ലാം കഴിച്ചാലും ജോയിൻറ്റിന് നീരും വേദനയും ഉണ്ടാകും. അതിൻ്റെ കൂടെ കുറച്ചൊക്കെ എങ്കിലുമൊക്കെ ഡിഫോമിറ്റീസും വന്നിട്ടുണ്ടാകും. പക്ഷേ ഈ പേഷ്യൻസിനൊക്കെ തന്നെയാണെങ്കിൽ ആ ഡിഫോമിറ്റീസ് കുറച്ചുകൊണ്ട് വരാനും ജോയിൻറ്റ് തിരിച്ചൊരു പരിധി വരെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനും തീരെ നമുക്ക് ഒരു ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാവുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ബേസിക് ഹെൽത്ത് ഉണ്ടാവണം. ഈ പറയുന്ന പോലെ ഫുഡ് കഴിക്കാനും എക്സസൈസ് ചെയ്യാനും പറ്റുന്നവർ കിടന്നുകൊണ്ട് ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസ് ചെയ്താൽ മതി. അതിനുള്ള ഒരു ശേഷി ഉണ്ടാകണം. അതാണ് ഒന്ന്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വേറൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റീനൽ ഫെയിലിയർ വന്നവരാണ്. റീനൽ ഫെയിലിയറിൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവരുടേതാണെങ്കിൽ തീരെ പോയിട്ടില്ലെങ്കിൽ ഒരു സ്റ്റേജ് 1 സ്റ്റേജ് 3 2 ആണെങ്കിൽ ഈസി ആയിട്ട് 1 മോൾ കയറ്റാം. 3 ആണെങ്കിലും മിക്കവാറും കുഴപ്പമുണ്ടാവില്ല. 5-ലെത്തിക്കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ എന്നാൽ പോലും അത് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്നു. ഇപ്പം ഇന്ന് തന്നെ ഞാൻ ഓർക്കുന്നു, ഒരു പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഒന്നുമില്ല, ആകെ ഒരു പ്രീ ഡയബറ്റീസ് പോലെയുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഓട്ടോഇമ്യൂൺ നെഫ്രോപ്പതി കൊണ്ട് റീനൽ ഫെയിലിയർ വന്നിരിക്കുക. അപ്പം അദ്ദേഹം വരുമ്പോൾ തുടക്കം വരുമ്പോൾ 6 പോയിൻറ്റ് സംതിങ് ആയിരുന്നു ക്രിയാറ്റിനിന്. അത് ഒരു 120 days ആയപ്പോഴേക്കും, ആക്ച്വലി ഇന്ന് 120 days ആയപ്പോഴേക്കും വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ ലെവൽ 3 പോയിൻറ്റിലേക്ക് വരാൻ പറ്റും. 3 പോയിൻറ്റിലേക്ക് വന്നപ്പോഴേക്കും 3 പോയിൻറ്റിൽ ശരിക്കും 120 അല്ല 90 days ആയപ്പോൾ തന്നെ 3 പോയിൻറ്റിലേക്ക് വന്നു. ഗ്രേഡ് 5 എന്നുള്ളത്, അതായത് ലെസ് ദാൻ 15 GFR വരുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് 5 എന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ 19-ലേക്ക് എന്തോ 30 days ആയപ്പോഴേക്ക് തന്നെ വന്നു. അങ്ങനെ അതായത് ഓട്ടോഇമ്യൂൺ ഡിസീസ് കൊണ്ട് റീനൽ ഫെയിലിയർ വന്നവർക്കും തീരെ ഡാമേജ് വന്നിട്ടില്ലെങ്കിൽ നമുക്കത് പതുക്കെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. IgA നെഫ്രോപ്പതി എന്ന് പറയും. അങ്ങനെ വരുമ്പോഴാണ്, അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കുറഞ്ഞു പോയത് അത് ചിലർക്ക്, പക്ഷെ അതുപോലെ പലർക്കും നമ്മളങ്ങനെ കിഡ്നിയുടേതാണ് ശരിക്കും ഏറ്റവും ഡിഫിക്കൽട്ടുള്ളത്. എന്നാൽ പോലും അതുപോലെ വേറൊരു ലേഡി ഉണ്ടായിരുന്നു. ഷീസ് ഓൾസോ ഇൻ അറൗണ്ട് 50s, അറൗണ്ട് 60-ലുള്ള ലേഡിയാണ്. അവർ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഫോളോ അപ്പ് ഒക്കെ വരുന്നവരെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അവരാണെങ്കിലും വരുമ്പോഴേക്കും അവരുടെ ഗ്രേഡ് 5 ആയിരുന്നു. അത് സ്റ്റേജ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 15 എത്തി. അത് കഴിഞ്ഞ് വിതിൻ 90 days എത്തിയപ്പോഴേക്കും തന്നെ അത് 30ക്ക് മുകളിലെത്തി.
ആക്ച്വലി അത് കഴിഞ്ഞപ്പോഴേക്കും 40ക്ക് മുകളിലേക്ക് കൊണ്ടുവരും. 40ക്ക് മുകളിൽ കൊണ്ടുവന്നാൽ നമ്മൾ സേഫാണ്. കുറച്ച് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് സേഫായിട്ട് ഡയാലിസിസിലേക്കൊന്നും ഉടനെ പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സൂക്ഷിച്ചാൽ നമ്മളിപ്പോൾ അവരെല്ലാം ഈ പറയുന്ന പേഷ്യൻസിനോടൊക്കെ GFR 15 ആയി ഇനി ക്യാനിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. അതായത് ഒരു ക്യാനിലിട്ടാണ് നമ്മളൊരു ക്യാനിൽ ഒരു AV ഷണ്ട് പോലെ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഡയാലിസിസിലേക്ക് യൂഷ്വലി പോകുന്നത്. അല്ലെങ്കിൽ എമർജൻസി വരുമ്പോഴാണ് നമ്മൾ സെൻട്രൽ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഡയാലിസിസ് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ അടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പറഞ്ഞവർ വന്നിട്ടാണ് ഈ മോളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷെ അതേസമയത്ത് 10ന് മുകളിലൊക്കെ ക്രിയാറ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ അതേസമയത്ത് ക്രിയാറ്റിന് ഒരു 2 or 3 നിൽക്കുന്നവരെ ആണെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ ആ 2 or 3 പോലും എത്താനായിട്ട് ഇരിക്കരുത്. ക്രിയാറ്റിന് ഒരു 1.2 എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മളത് ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ കിഡ്നിയുടെ കാര്യം പറയുന്നത്. പിന്നെ അതുപോലെ ചില കാർഡിയോമയോപ്പതി വന്നിട്ട്, പ്രത്യേകിച്ച് ഈ ചില സ്ക്ലിറോഡെർമ, അതിൻ്റെ കൂടെ കാർഡിയോമയോപ്പതി, ഹാർട്ടിൻ്റെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ്, അത് ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനൊക്കെ വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെന്താ വേണ്ടത്? സിംറ്റമാറ്റിക് ആകരുത്, മരുന്നില്ലാതെ പോകാൻ പറ്റണം. അതാണല്ലോ. അപ്പം ബാക്കിയെല്ലാം പെർഫെക്റ്റായിട്ട് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ബോഡിയുടെ റിപ്പയർ കപ്പാസിറ്റി അനുസരിച്ച് ബേസിക്കലി കറക്റ്റായിട്ട് തീരെ ഡാമേജ് ആയി പോയിട്ടില്ലെങ്കിൽ നമ്മളൊരു റിപ്പയറബിൾ സ്റ്റേജിലാണെങ്കിൽ മിക്കവാറും എല്ലാവർക്കും അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. മിക്കവാറും മരുന്നുകളെല്ലാം നിർത്തി സിംറ്റമാറ്റിക് അല്ലാത്തൊരു നിലയിൽ പോകാൻ പറ്റുന്നതാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരുമ്പോഴും ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറെക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാകണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയുമുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.